അല്ലാഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സകല മുസീബത്തുകളും ഞങ്ങളെ തട്ടി നീക്കണേ പടച്ചോനെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ എല്ലാത്തിനും ശിഫയാണ്. ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് മറ്റൊന്നുകൊണ്ട് ശിഫ കിട്ടുകയില്ല. ഖുർആനിൽ ഒരു അത്ഭുതകരമായ സൂറത്തിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഈ സൂറത്ത് വലിയവർക്കും ചെറിയവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും മനഃപ്പാഠമാണ്. എല്ലാവർക്കും ഈ സൂറത്ത് അറിയാമെന്ന് സാരം. ഇതിന്റെ മഹത്വം അറിഞ്ഞാൽ നിങ്ങൾ ആരും ഈ സൂറത്ത് ഓതാതിരിക്കില്ല. അത്രത്തോളം ധാരാളം മഹത്വമുള്ള വലിയ പവറുള്ളൊരു സൂറത്താണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ സൂറത്ത് ഓതാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, കുറച്ചൊരു അല്പസമയമായി ഇതിനായി മാറ്റി വെച്ചാൽ മതി. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചിരുന്നതാണ്. 7 ദിവസം കൊണ്ട് നിങ്ങളുടെ ഏത് ആഗ്രഹവും ഈ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. ഒരുപാട് ആഗ്രഹമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു നമ്മുടെ ഹലാലായ മുഴുവൻ മുറാദുകളും അല്ലാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. രോഗമുള്ളവർ, കടമുള്ളവർ, ജോലിയില്ലാത്തവർ, ഭവനമില്ലാത്തവർ, അതുപോലെ മക്കളില്ലാത്തവർ, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവർ, അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് നോക്കാം സൂറത്ത് ഏതാണ്, എപ്പോഴാണ് ആ സൂറത്ത് ഓതേണ്ടതുള്ളത്. ഈ സൂറത്തിന്റെ പ്രത്യേകത അല്ലാഹുവിന്റെ ഗുണങ്ങളെയും വിശേഷങ്ങളെയും എടുത്തു പറയുകയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതുകയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത്ഭുത വിജയത്തിന്റെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിന്റെ ഗുണങ്ങളെയും വിശേഷങ്ങളെയും എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്നതാണ്. അപ്പം ഈ സൂറത്തിന്റെ മഹത്വമാണ്. ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ മന്നാനായ അല്ലാഹു നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നതാണ്. ആളുകളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് കടം എന്നുള്ളത്. കടം വലിയ ഒരു വിഷയമാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലേ? നമ്മളെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ് കടം എന്നുള്ളത്. പഠിച്ചവനെ, ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ എന്നത്. കടം എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കടം കൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർ കഷ്ടപ്പെട്ട് പല ജോലികളും ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കി പോയവരായിരിക്കാം. അങ്ങനെയുള്ളവർ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ളവർ ഈ സൂറത്തിന് പതിവായി ഓതി വന്നാൽ നിങ്ങൾ ചിന്തിക്കാത്ത വഴിയിലൂടെ നിങ്ങൾ പോലും ചെയ്യാത്ത മാർഗത്തിലൂടെ രാജാതിരാജനായ അല്ലാഹു നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരുന്നതാണ്. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. പണത്തിന് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടേണ്ട ഒരവസ്ഥ വരില്ല. ദാരിദ്ര്യം കൊണ്ടല്ലോ നിങ്ങളെ പരീക്ഷിക്കപ്പെടുകയില്ല. അത്ര മഹത്തായ ഒരു സൂറത്താവും നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ പേടിക്കുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് സിഹിർ, കണ്ണേർ എന്നുള്ളത്. പടച്ചവനെ, മരണത്തിൽ നിന്ന് കൂടോത്രം എന്നൊക്കെ ഞങ്ങളെ കാക്കണേ അല്ലാ. സിഹിർ, കൂടോത്രം എന്നുള്ളത് നമ്മൾ ഭയപ്പെടുന്ന ഒന്നാണ്. നമ്മോട് ദേഷ്യമുള്ള, നമ്മോട് അസൂയുള്ള, നമ്മോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലെ, നമ്മളുടെ ജോലി സ്ഥലത്തോ നമ്മളുടെ അയൽവക്കത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നാം ഒന്ന് നശിച്ചു കാണാൻ വേണ്ടി, നമ്മളെ മാനസികമായോ ശാരീരികമായോ തളർത്തിക്കളയാൻ വേണ്ടി നമുക്ക് സിഹിർ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ നിങ്ങൾക്ക് സിഹിർ ഏൽക്കുകയില്ല. അതുപോലെ തന്നെ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടാൻ ഈ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു രക്ഷ നൽകുന്നതാണ്. നിങ്ങൾ നോക്ക്, ചുരുക്കി പറഞ്ഞ ഈ സൂറത്ത് ഓതുന്ന ആൾക്കാരുടെ സിഹിർ ഉണ്ടെങ്കിൽ ആ സിഹിർ പോലും അഴിഞ്ഞു പോകുന്നതാണ്. സിഹിർ കൊണ്ട് നമ്മുടെ ജീവിതം നശിക്കാം. അല്ലാഹുവേ, മരണത്തിൽ നിന്നും, കൂടോത്രത്തിൽ നിന്നും, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും എല്ലാം നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശൈത്താന്റെ പിന്തിരിപ്പിക്കൽ കാരണം നമസ്കരിക്കാൻ
കഴിയാതെ വരുന്നു. അപ്പോൾ നമ്മൾ ശൈത്താന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമുക്ക് ഇബാദത്ത് ചെയ്യാനുള്ള താല്പര്യം വരും. അതുപോലെ തന്നെ നാം ഈ സൂറത്ത് നിത്യമായി കൊണ്ടുവന്നാൽ നമുക്ക് എല്ലായിടത്തും വിജയിക്കാൻ കഴിയും. അപ്പൊ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹു കാക്കപ്പെടുന്ന ഒരു മഹത്തായ സൂറത്ത്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ നിസ്കരിക്കാനൊന്നും കഴിയുന്നില്ല. ഈ സൂറത്ത് നിങ്ങൾ ഈ ചെറിയ സൂറത്ത് ഓതി നോക്ക്, അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തിനുള്ള ആവേശം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്നവർക്ക് നല്ല ഹൃദയത്തിന് നല്ല ശാന്തിയും സമാധാനവും നല്ല സ്വഭാവവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവനോട് നല്ല ബഹുമാനവും പരിഗണനയും ഉണ്ടാകുന്നതാണ്. അതായത് ഈ സൂറത്ത് കൊണ്ട് നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കപ്പെടും. അത്ര മഹത്തായ ഒരു സൂറത്താണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഈ സൂറത്ത് ഓതിയാൽ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. ഒരുപാട് രോഗമുള്ളവരുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളവർ. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ ഈ സൂറത്ത് നിങ്ങൾ മുറുകെ പിടിച്ചോ. അല്ലാഹു നിങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കാൻ ഈ സൂറത്ത് ഒരു കാരണമാണ്. അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. ഇനി രോഗിയാണ് ഈ സൂറത്ത് ഓതുന്നതെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്ന വീട്ടിൽ അല്ലാഹു സമാധാനവും സന്തോഷവും നൽകുന്നതാണ്. നല്ല ബർക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. ഇത്രയും ഗുണമുള്ള ഒരു സൂറത്താണ് ഖുർആനിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വമാണ് ഞാൻ ഈ പറഞ്ഞത്. സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഈ സൂറത്തിന്റെ മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഓതേണ്ടത്? ഈ സൂറത്ത് 7 ദിവസം കൊണ്ടോ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാനുള്ള ഒരു വഴിയാണ് പറഞ്ഞത്. ഈ സൂറത്ത് 7 ദിവസം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എങ്ങനെ നേടിയെടുക്കാമെന്ന് നോക്കാം. സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റുകളും ദുആകളും, സാധാരണ ചെല്ലാറുള്ള ദിക്റുകളും ദുആകളും കഴിഞ്ഞതിന് ശേഷം അതേ ഇരിപ്പിലിരുന്നിട്ട് നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിറവേറാനുള്ളത് അത് മനസ്സിൽ കരുതി ഈ സൂറത്തുൽ ഫാത്തിഹ 7 പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്യണം. ഇത് ഓതുന്നതിനിടയിൽ ആരോടും സംസാരിക്കരുത്, ഒരാളോട് സംസാരിക്കരുത്. സംസാരിക്കാതെ ഇങ്ങനെ ഇരുന്ന് 7 ദിവസം ഈ സൂറത്ത് പാരായണം ചെയ്യുക. എങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ എന്ത് ആഗ്രഹവും നിറവേറി കിട്ടുന്നതാണ്. മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഈ സൂറത്ത് നിത്യമായി ഓതി വന്നാൽ, ഇങ്ങനെ ഓതി വന്നാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണ്. മഹത്തായ അല്ലാഹു അനുഗ്രഹങ്ങൾ ധാരാളം നൽകപ്പെടുന്ന ഒരു മാസമാണ്. നമ്മുടെ സമ്പത്തിലും നമ്മുടെ വീട്ടിലും സന്തോഷവും സമാധാനവും കിട്ടുന്നതാണ്. നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ജീവിതം വിജയമുണ്ടാകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവനെ, നിന്റെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം മഹത്വമുണ്ട് അല്ലാഹ്. പടച്ചവനെ, അതുകൊണ്ട് ഞങ്ങളുടെ സകല മുറാദുകളും നീ ഹസനാക്കണേ അല്ലാഹ്. നിന്റെ ഖുർആൻ സർവ്വതിനും ശിഫയാണ് പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ഖുർആൻ കൊണ്ട് നീ ഞങ്ങൾക്ക് 2 ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ മാറ്റണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങൾ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ജോലി നൽകണേ അല്ലാഹ്. ഭവനമില്ലാത്തവരാണ്, ഞങ്ങൾക്ക് ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളെ പടി നടക്കുന്ന പെട്ടെന്ന് പൂർത്തിയാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ, മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന മക്കളുണ്ട് റബ്ബേ, പെട്ടെന്ന് സാലിഹീങ്ങളായ ഇണകൾ അവരിലേക്ക് നീ നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കള്ളക്കേസുകളിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പടച്ചവനെ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ ഭവനങ്ങളുടെ പണി നടക്കുന്ന പെട്ടെന്നത് പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്കുമെല്ലാം നീ ബർക്കത്തുകൾ ധാരാളം നിലനിർത്തണേ അല്ലാഹ്. സർവ്വ മുസീബത്തുകൾ ആപത്തുകളിൽ ഞങ്ങളെ അവരെ നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്
الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم وبارك عليه.